വരുന്ന യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഏറ്റവും മെയിൻ നമുക്ക് രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതുവരെ പറയാത്തതല്ലത് മോഹൻലാൽ, ആക്ടർ മോഹൻലാലാണ് ഇതിൻ്റെ ഹോസ്റ്റ്. അദ്ദേഹം ഇത് ഹോസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ ആദ്യം തന്നെ വന്നു അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം അദ്ദേഹം ഇതിനകത്ത് ഈ അക്രമത്തിന് കൂട്ടുനിന്ന ആളായി മാറുകയാണ്. അദ്ദേഹത്തിനെതിരെ കേസ് പറയുന്നതിലും കാര്യമായിട്ടുള്ള കാര്യമുണ്ട്. കാരണം വയലൻസ് അതാണ് ഇപ്പോൾ ബിഗ് ബോസ് കണ്ടറിയാൻ ഭയങ്കര ബോറിംഗ് ആണെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അജാതി കാട്ടായങ്ങൾ അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് നടക്കാം. കഴിഞ്ഞ ദിവസം മറ്റേ ഇടി, അതായത് സിജോന്റെയും മറ്റേ റോക്കിയുടെയൊക്കെ എന്തൊരു ഇടി, മുഖമൊക്കെ പൊട്ടി സ്വിച്ചൊക്കെ ഇട്ട് ഓപ്പറേഷനൊക്കെ ചെയ്തെന്നൊക്കെ പറഞ്ഞ കേസിൽ അത് പ്രമോയമായിട്ടും അതുപോലെ തന്നെ ഇതൊരു റിയാലിറ്റി ഷോ ആണല്ലോ, യാഥാർത്ഥ്യം, അതായത് ഫേസ് ടു ഫേസ് ആണ് എന്നുള്ള രീതിക്ക് കേസ് കൊടുത്തു. അത് അങ്ങനെ ഒരു വയലേഷൻ എന്നുള്ള രീതിക്ക് കേസ് കൊടുത്തപ്പോൾ അത് DGPക്ക് കൊടുത്തപ്പോൾ കേസ് എടുത്തിട്ടുണ്ട് നിലവിൽ. ഒരു ഷോയിൽ ഒരു സഹ മത്സരാർത്ഥി ആക്രമിക്കുന്നു. അത് ഗുരുതരമായ പരിക്കാണ് ഏൽപ്പിക്കുന്നത്. അയാളുടെ മുഖത്ത് ഇവിടെ താടിയിൽ ഇടിച്ചിട്ട് അയാൾക്ക് സർജറി വേണ്ടി വന്നു എന്നാണ് പിന്നീടുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് അവർ തന്നെ ഏഷ്യാനെറ്റിൻ്റെ തന്നെ ന്യൂസ് ചാനലിൽ പിന്നീടുള്ള റിപ്പോർട്ടുകൾ നമ്മളെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് തന്നെ അത് അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അയാൾക്ക് 2 ആഴ്ചത്തെ വിശ്രമം സർജറിക്ക് ശേഷം അനുവദിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാം കോഡ്സ്, അതായത് ഇതിൻ്റെ മൊത്തം റെഗുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് റെഗുലേഷൻ ആക്ട് 1995 സിനിമാറ്റോഗ്രാഫ് ആക്ട് 1952 ആണ്. ഇതിലെ പ്രോഗ്രാം കോഡ്സ് ഉണ്ട്, അഡ്വർടൈസിംഗ് കോഡ്സ് ഉണ്ട്. ഈ 2 കോഡ്സിൻ്റെയും വയലേഷനാണ് ഏഷ്യാനെറ്റ് കാണിച്ചിരിക്കുന്നത്. അതിൽ വയലേഷൻ ഇതിൽ പറയുന്ന യാതൊരുവിധ ഒബ്സീൻ കണ്ടന്റും ഇത് ചെയ്യാൻ പാടില്ല, എയർ ചെയ്യാൻ പാടില്ല. ഒബ്സീൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ലാസ്റ്റിവിയസ് മാത്രമല്ല, അതിനകത്ത് ഈ വയലൻസ് വരുന്ന ഏത് സാധനത്തെയും നമുക്ക് ഒബ്സീൻ എന്ന് പറയാം. അതായത് കാഴ്ചക്കാരന് മെൻ്റലി അല്ലെങ്കിൽ അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇത് പ്രശ്നം ഉണ്ടാക്കുന്ന, മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കണ്ടന്റ് ആണെന്നെങ്കിൽ അത് ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഇതിലെ അക്രമം, അതായത് ഡയറക്റ്റ് അക്രമം കാണിച്ചിട്ട്, ഇത് ഈ പ്രോഗ്രാമിൻ്റെ വ്യൂവേഴ്സ് എന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടികൾ തൊട്ട് വളരെ പ്രായമായിട്ടുള്ള എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരും കാണുന്ന ഒരു പ്രോഗ്രാമാണ്. അടി നടന്നിരിക്കുന്ന ഗ്രീവിയസ് ആയിട്ടാണ്. IPC സെക്ഷൻ 320 325 വരും. ഇതിന് പോലീസിന് സോമോട്ടോ കേസെടുക്കാവുന്നതായിരുന്നു, അവരാരും അത് എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് DGPക്ക് കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടതെന്ന്. പിന്നെ ഇവർ ചെയ്തിരിക്കുന്ന വേറെ എന്തെങ്കിലും, ഞാൻ പറഞ്ഞു, ഇത് ട്രാൻസ്മിറ്റ് ചെയ്തത് സോഷ്യൽ മീഡിയ വഴി ട്രാൻസ്മിറ്റ് ചെയ്തു. പിന്നെ അവരുടെ തന്നെ ചാനൽ വഴി അത് കൂടുതൽ പ്രൊമോഷൻ വീഡിയോ കൊടുത്തു. അപ്പം അഡ്വർടൈസിംഗ് കോഡിനെതിരാണ്, പ്രോഗ്രാം കോഡിന് എതിരാണ്. അപ്പോൾ ഇത് മാത്രമല്ല, IT ആക്ട് സെക്ഷൻ 66E 67 അട്രാക്ട് ചെയ്യും. 66E എന്ന് പറയുന്നത് വയലേഷൻ ഓഫ് പ്രൈവസിയാണ്. ഈ അടി കിട്ടിയ ആളുടെ പ്രൈവസിയെ ബാധിക്കുന്നതാണ്. ഒരാളെ ആക്രമിച്ചിട്ട് നമ്മളൊരു വീഡിയോ പ്രചരിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും, അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 67 എന്ന് പറയുന്നത്, IT ആക്ട് സെക്ഷൻ 67 എന്ന് പറയുന്നത് പബ്ലിഷിംഗ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് ഒബ്സീൻ മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക് മീഡിയ ആണ്. അപ്പോൾ ഇലക്ട്രോണിക് മീഡിയ വഴിയുള്ള ഏത് ഇതിനെയും ആ 67 അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും ഇത് വരുന്നുണ്ട്. അതുപോലെ പ്രോഗ്രാം കോഡിന് വയലേഷൻ. ഇത് ഇത്രയും കംപ്ലീറ്റ് വയലേഷൻ വന്നിട്ടും ആരും അനങ്ങുന്നില്ല. ഇതിൻ്റെ അധികാരികൾ എന്ന് പറയുന്ന ആരും ഇതിനെതിരെ അനങ്ങുന്നില്ല. ഫസ്റ്റ് നടപടി എടുക്കേണ്ട പോലീസാണ്. പോലീസ് സോമോട്ടോ പോലും കേസെടുത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് DGP കംപ്ലയിൻറ്റ് കൊടുത്തു. അപ്പോൾ എനിക്ക് DGPയുടെ ഓഫീസിൽ നിന്നുള്ള റിപ്ലൈ എനിക്ക് തന്നിരിക്കുന്നത് എൻ്റെ കംപ്ലയിൻറ്റ് കമ്മീഷണർക്ക്, തിരുവനന്തപുരം കമ്മീഷണർക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്, ഫർദർ ആക്ഷന് വേണ്ടി കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഞാൻ സെയിം ടൈമിൽ തന്നെ ഞാൻ മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, സെക്രട്ടറി ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക്. കാരണം ഈ പ്രോഗ്രാം തന്നെ സിസേഷന് വേണ്ടി അത് നിർത്തിവെപ്പിക്കാൻ, അതായത് എയർ ചെയ്യുന്നത് നിർത്തണമെന്ന് പറഞ്ഞു. കാരണം ഇത് ഇത്രയും വലിയ പ്രോഗ്രാം വയലേഷനാണ്, അവർ റൂൾസ് വയലേഷനാണ്. ഉഷാറായിട്ടുണ്ട്. ഇനി വരുന്നത് വെച്ച് കാണാം. അല്ലാണ്ട് ഇനി ഏഷ്യാനെറ്റും ബിഗ് ബോസും ലാലേട്ടനും കൂടി ഒക്കെ തീരുമാനിക്കും ഇനി അകത്ത് പോകണോ പുറത്ത് നിൽക്കണമെന്നുള്ളത്.